ഹായ് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എന്താണ് കുറേ നാളായി വ്ളോഗൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ്, നല്ല മടി പിടിച്ചിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ കുറേ പ്ലാൻ ചെയ്ത് വ്ളോഗ് എടുക്കാനായിട്ട്, ഒരു സ്റ്റഡി വ്ളോഗ് പ്ലാൻ ചെയ്ത്, മീൻസ് ലാസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പഠിത്തവും അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ മറന്നുപോയി, ഫോണേ എടുത്തില്ല. അപ്പം അത്രയും ഇതായിരുന്നു, എക്സാമിൻ്റെ ടൈമിൽ ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫെയർവെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സബ് ജൂനിയേഴ്സ് തന്നൊരു ഫെയർവെല്ല്. അതും എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ എനിക്ക് എടുക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. കുറേ പേരെന്നെ നിർബന്ധിച്ചായിരുന്നു എടുക്കുമെന്ന്. അവർ കാണാൻ വേണ്ടി ഞാൻ ചുമ്മാ ക്യാമറ ഇങ്ങനെ ഓണാക്കി എന്നല്ലാതെ ഞാൻ എടുത്തിട്ടില്ല, വ്ളോഗ് എടുത്തിട്ടില്ല. എനിക്കെടുക്കാൻ തോന്നിയില്ല, ഒരു മൂഡില്ലെങ്കിൽ പിന്നെ എടുത്തിട്ട് കാര്യമില്ല. എനിക്ക് മൂഡില്ലായിരുന്നു, അപ്പം ഞാൻ എടുത്തില്ല. ഞാൻ മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. റോബി എന്താണ് നോക്കണേ? ഓക്കെ, അപ്പം കഴിഞ്ഞ് ബേസിക്കലി കോളേജ് ലൈഫ് കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു. ഇനി വെക്കേറ്റും കൂടെ ചെയ്യാനേ ഉള്ളൂ. ഇനി ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പം അതും കൂടെ ചെയ്തിട്ട് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങും. ബാക്കി ഹോസ്റ്റലിലെ സംഭവങ്ങളൊക്കെ മിക്കതും ഞാൻ വീട്ടിലോട്ടൊക്കെ കൊണ്ടുവന്ന് എല്ലാം കഴിഞ്ഞു. ഒഫീഷ്യലി കോളേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഒരു മാസം കഴിയുമ്പോൾ റിസൾട്ട് ആയിരിക്കും. പിന്നെ ഗ്രാജുവേഷൻ്റെ ഒരു ഔട്ട്ഫിറ്റ്, അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ മെനിഞ്ഞാന്ന് വീട്ടിലെത്തി. ഇതാ അമ്മയുടെ ഗാർഡനിൽ വന്നിരിക്കുകയാണ്. നടുക്ക് ഞാനൊരു സ്റ്റൂൾ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ റോബിയുണ്ട്. ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വ്ളോഗ് എടുക്കാനായിട്ട്. ഇന്നലെ മറ്റേ ഓഷൻ ഞായറായിരുന്നില്ലേ, അപ്പം അതൊക്കെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും ഒരു ടച്ച് പോയിട്ട് തിരിച്ച് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്ത്, പക്ഷേ എടുത്തിട്ടില്ലായിരുന്നു. ഇന്നലെ ആണെങ്കിൽ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു കാണിക്കാനായിട്ട്, എടുത്തില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, വ്ളോഗൊക്കെ എടുത്ത് തുടങ്ങണം. അങ്ങനെ ഞാൻ എടുക്കുന്ന ഒരു കുഞ്ഞ് വ്ളോഗാണ് ഇന്ന്. എന്താണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വ്ളോഗായിരിക്കും. കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട്, നമുക്ക് കുറച്ച് കുക്ക് ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ഒരു കുഞ്ഞ് വ്ളോഗ്. സോ അതായിരിക്കും ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ബാക്ക്. സോ നമുക്ക് നമ്മുടെ മെയിൻ പണിയിലോട്ട് കിടക്കാം. എൻ്റെ റൂമിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, അമ്മാതിരി ഒരു അവസ്ഥയാണ്. ഞാൻ മെനിഞ്ഞാന്ന് രാത്രിയാണ് എത്തിയത്. ഞാൻ പറഞ്ഞില്ലേ, റൂമിലെ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ബാഗെല്ലാം കൂടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തറയിൽ വെതറിയിട്ടേക്കാണ്. ഇന്നലെ ഞാൻ അതിനെ തൊട്ട് നോക്കിയിട്ടേ ഇല്ല, ജസ്റ്റ് എന്തൊക്കെയോ എടുത്ത് മാറ്റി. അല്ലാതെ ബാക്കിയെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. അത് ഒരെണ്ണം. പിന്നെ അതിൻ്റെ മേലെ വെച്ചേക്കണം, അതൊക്കെ അടുക്കിയാണ് ഇരിക്കുന്നത്. പക്ഷെ വല പിടിച്ച് അങ്ങനെയൊക്കെ കുറേ ഇത്, അപ്പോൾ വലയൊക്കെ അടിക്കണം. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണാവോ വലിച്ചു വാരിയിട്ടേക്കണത്. ഇനി അത് ഒരു സ്റ്റെപ്പ്. ഇനി ടേബിൾ, എങ്ങനെ ഇരുന്ന ടേബിളാണെന്നാ ഇരിക്കുന്ന ഒരു അവസ്ഥയാണിത്. സോ നമുക്ക് എന്തായാലും ഞാൻ അങ്ങനെ മടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വ്ളോഗ് എടുക്കണ സ്ഥിതിക്ക് സ്പീഡി കാര്യങ്ങളൊക്കെ നടക്കും. അതാണ് എൻ്റെ വേറൊരു ഇൻറ്റൻഷൻ, ഇന്ന് വ്ളോഗ് എടുക്കാനായിട്ട്. ഇവിടെയൊക്കെ ഞാൻ അടുക്കി പറക്കി വെക്കും ഈ വ്ളോഗ് എടുക്കണ കാരണം. സോ നമുക്ക് തുടങ്ങാം. ഞാൻ നല്ല വെയിലടിക്കുന്നുണ്ട് ഇവിടെ. വാവ്, സൺ കിസ്. ഓക്കെ, സോ അടുത്ത ടാസ്ക്കാണ്. ഇതിൽ എക്സ്പയറി കഴിഞ്ഞ കുറേ പ്രോഡക്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാം. സോ ഇങ്ങനെ ആക്കുമ്പം ശരിയാവും. എൻ്റെ പൊന്നോ, അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞ് അടിപൊളിയായി. റൂം
തളർന്ന്. എനിക്കൊന്നും 2 മണിക്കൂർ കൊണ്ട് ഞാൻ ഇതിൻ്റെ പിറകെയാണ്. ഇപ്പോൾ ഒരു സമാധാനമായി. ഇല്ലെങ്കിൽ കാളിളകിയതുപോലെ ഇരുന്ന റൂം കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പം കൊള്ളാം, നീറ്റ്. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബ്രിഞ്ചാൽ ഫ്രൈ ഉണ്ടാക്കാൻ പോവാം. അതിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് ബ്രിഞ്ചാൽ ഫ്രൈ എന്ന് പറയുന്നത്. എനിക്ക് ആകെ 2-3 സാധനങ്ങളാണ് ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളത്. അതിലെനിക്ക് എപ്പോഴും പെർഫെക്റ്റ് ആവാനുള്ള ഒരു സാധനമാണ് ബ്രിഞ്ചാൽ ഫ്രൈ. പിന്നെ പൊട്ടറ്റോ ഫ്രൈ. ഇത് രണ്ടുമാണ് മീൻസ് എൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്ന് പറയണത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് പാളിപ്പോയായിരുന്നു. അത് ഞാൻ എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഇവിടെ സക്സസ് ആയതുകൊണ്ട് അവിടെ പരീക്ഷിക്കാൻ പോയതാണ്. പക്ഷേ അതിനിങ്ങനെ കറയുണ്ടല്ലോ, അത് വെള്ളത്തിലിടണ്ടേ കുറച്ച് നേരം മുറിച്ചിട്ട്. അത് ആ പ്രോസസ്സ് ഞാൻ മറന്നു. അതുകൊണ്ട് ചെറിയൊരു കയ്പുണ്ടായിരുന്നു. ബാക്കിയൊക്കെ സെറ്റായിരുന്നു. അപ്പോൾ ഇനി ഒരു കുഞ്ഞ് ബ്രിഞ്ചാളിരിക്കണം, അതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് കേട്ടോ. പിന്നെ റെസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് കാണാം. ഹാപ്പി വിഷു. നമുക്ക് ബ്രിഞ്ചാൽ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കുഞ്ഞു ബ്രിഞ്ചാളാണുള്ളത്. ഇന്നലെ അമ്മച്ചി എനിക്ക് തന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കഴിച്ച് നോക്കണം. കാരണം അടുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു രസമ്മ. അമ്മ അയച്ചോക്ക്. ഇങ്ങോട്ട് വാ. ലൈറ്റ് ഇവിടെ വാ. എന്നെ കാണിക്കണ്ട. അമ്മ വാ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും മാറ്റാൻ പറ്റാത്തൊരു ശീലങ്ങളിലൊന്നാണ് ഈ ഉറക്കം. അത് കഴിഞ്ഞ് ഉറങ്ങി എണീറ്റിട്ട് അമ്മ ദാ എണ്ണയൊക്കെ തലയിൽ തേച്ച് തരികയാണ്. മുടിയൊക്കെ ഭയങ്കര ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ട്രെയിൻ യാത്ര കഴിഞ്ഞ് വന്ന എൻ്റെ മുടി പിന്നെ ആദ്യം മുതലേ പരിപാലിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെ അമ്മ ദാ എണ്ണയൊക്കെ തേച്ച് തരാണ്. സോ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മൾബറിയാണ്. അമ്മ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടായതാണോ? കുറച്ച് നാളായിട്ട് തോന്നുന്നു. വാവ്. റോബി ആണോടാ? നല്ല മധുരം.
സോ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി നൈറ്റ് ഫുഡ് കഴിക്കണം. എനിക്ക് ഈ വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിടണം. ഒരു 8-10 ദിവസമായി ഞാൻ വ്ളോഗ് ഇട്ടിട്ട്. അപ്പം ഞാൻ ഇനി എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കാൻ പോവുകയാണ്. സോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.